സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവ് ആദ്യം പോകുന്നത്. തിരുവനന്തപുരം ആക്കുളം കേന്ദ്രീയ വിദ്യാലയത്തിന് സമീപം CNG പൈപ്പ് ലൈൻ പൊട്ടി. ഒരു മണിക്കൂർ മുൻപായിരുന്നു സംഭവം. കിംസ് ആശുപത്രിക്ക് മുന്നിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ഇത് എന്താണ് സംഭവിച്ചത്? എന്തെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? നിലവിൽ ഒരു ആശങ്കയുടെയും അടിസ്ഥാനമില്ല. കാരണം അതിലേക്കുള്ള ഈ ചോർന്ന വാതകം വരുന്ന വഴിയെയുള്ള പൈപ്പ് ലൈനിന്റെ പ്രധാന വാൽവ് പൂർണ്ണമായി അടച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അപകടകരമായ ഒരു സാഹചര്യം ആശങ്കയുളവാക്കിയ ഒരു മണിക്കൂർ അത് പൂർണ്ണമായി നീങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ലീക്കേജ് ഉണ്ടായ ഭാഗത്തെ കൃത്യമായ പൈപ്പിന്റെ ചോർച്ചയുണ്ടായ ഭാഗം അടയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഈ പിഴവ് സംഭവിച്ചത്? ഈ JCB ഉപയോഗിച്ച് അവിടെ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ രാവിലെ മുതൽ തന്നെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഏതാണ്ട് 12 മണിക്ക് ശേഷം ഈ പണി നടക്കുന്നതിനിടയിൽ പെട്ടെന്ന് പൈപ്പ് ലൈനിന്റെ ഒരു ഭാഗത്തെ മണ്ണ് നീക്കുന്നതിനിടയിൽ ആ പൈപ്പ് ലൈനിലേക്ക് JCBയുടെ പ്രധാനപ്പെട്ട ഭാഗം തട്ടുന്നത്. അങ്ങനെ തട്ടിയ ഉടൻ അവിടെ നിന്ന് വളരെ അപ്രതീക്ഷിതമായി ചോർച്ച ആരംഭിക്കുന്നു. പിന്നീട് ഏതാണ്ട് ഒരു മണിക്കൂർ നേരം തുടർച്ചയായി വാതകം പുറത്തേക്ക് ചോർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. അങ്ങനെ വാതകം ചോർന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് അഗ്നിശമന സേനയും പോലീസും ഉൾപ്പെടെ എത്തിയെങ്കിലും ഇതിലെ പ്രധാന വാൽവ് അടയ്ക്കാതെ അവിടെ ഒരു തരത്തിലുള്ള അറ്റകുറ്റപ്പണിയോ അതല്ല എങ്കിൽ ആ ചോർച്ച അടയ്ക്കാനുള്ള നടപടികളോ തുടങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. അങ്ങനെ ആശങ്കപ്പെടുന്നതിനിടയിലാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി വഴിതിരിച്ചു വിടുന്ന തരത്തിലേക്ക്, അതായത് യഥാർത്ഥത്തിൽ ഒരു ഗ്യാസ് ചോർച്ച ഉണ്ടാകുന്ന സ്ഥലത്ത് എന്താണോ സംഭവിക്കുന്നത് അത്തരമൊരു ഇപ്പോൾ നേരിയ സംഘർഷം ഈ JCB ജീവനക്കാരും പ്രദേശവാസികളും തമ്മിൽ ചെറിയൊരു തർക്കമുണ്ടായിരിക്കുകയാണ്. അതായത് എങ്ങനെയാണ് ഈ ചോർച്ച ഉണ്ടായത്, അത് അശ്രദ്ധയാണ് എന്ന് പറഞ്ഞ് അല്പസമയമായി പ്രദേശത്ത് നിന്ന തർക്കമാണ് ഇപ്പോൾ ഒരു പരസ്പര തർക്കത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. പോലീസ് ഇരു കൂട്ടരെയും, അതായത് നാട്ടുകാരെയും അതോടൊപ്പം ഈ ജീവനക്കാരെയും അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. കുറച്ച് അധിക നേരമായി ഇരു കൂട്ടരും തമ്മിൽ ഇവിടെ തർക്കം നിലനിൽക്കുന്നുണ്ടായിരുന്നു. പോലീസ് ഇടപെട്ട് അവരെ ഇപ്പോൾ അവിടെ നിന്ന് നീക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഈ JCB അവിടെ നിന്ന് കൃത്യമായി ഈ വാതക പൈപ്പ് ലൈൻ, ഈ CNG പൈപ്പ് ലൈൻ മണ്ണിനടിയിലൂടെ പോകുന്നുണ്ടോ എന്ന കാര്യം മനസ്സിലാക്കാതെയാണോ ഈ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി, റോഡ് നന്നാക്കുന്നതിന് വേണ്ടി JCB അവിടേക്ക് എത്തിയത് എന്നതിലാണ് ഇപ്പോൾ സംശയം. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ കൃത്യമായി സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് മാത്രമേ ഈ അതിന്റെ പ്രവർത്തനങ്ങൾ അവിടെ നടക്കാൻ പാടുള്ളായിരുന്നു. മാത്രമല്ല JCB ഉപയോഗിച്ച് അവിടെ ഒരു കാരണവശാലും കുഴിയെടുക്കാനും പാടില്ലായിരുന്നു. കാരണം ഇങ്ങനെ വാതക പൈപ്പ് ലൈൻ പോകുന്ന സ്ഥലത്തുകൂടി യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് എടുത്തു മാറ്റിയാൽ അതുണ്ടാക്കാനിടയുള്ള അപകടങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ ഉദ്യോഗസ്ഥർക്കൊക്കെ ഉള്ളതാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് എങ്ങനെ ഈ CNG പൈപ്പ് ലൈൻ കടന്നു പോകുന്ന കാര്യം അറിയാതെ കുഴിയെടുത്തു എന്നതാണ് ഇപ്പോൾ ഒരു വിവാദമായി മാറിയിരിക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട പരിശോധനകളൊക്കെ നടക്കുന്നുണ്ട്. അതോടൊപ്പം ഈ അറ്റകുറ്റപ്പണികൾ, അതായത് ഈ പൈപ്പ് ലൈൻ പൂർണ്ണമായി അടച്ചതിന് ശേഷമാണ്, വാൽവ് അടച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഈ ചോർച്ച നിയന്ത്രിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. 1:40 ചോർച്ച പൂർണ്ണമായി നിയന്ത്രിക്കാനായത്. ഇനി പൈപ്പിന്റെ പൊട്ടിയ ഭാഗം അത് പൂർണ്ണമായി മാറ്റുകയോ അതല്ല എങ്കിൽ അത് വലിയ ടേപ്പുകൾ ഉപയോഗിച്ച് കെട്ടുകയോ ചെയ്താൽ മാത്രമേ ഇനി ഗ്യാസ് പൈപ്പ് ലൈനിന്റെ പ്രവർത്തനം അല്ലെങ്കിൽ ഈ വാതകം ഇനി ഇതുവഴി സുഗമമായി അത് കൃത്യമായി നൽകാൻ കഴിയൂ. അതാണ് ഇപ്പോൾ ഉള്ള ഒരു വെല്ലുവിളി. എന്തായാലും അഗ്നിശമന സേനയുടെയും അതോടൊപ്പം ഈ ഗ്യാസ് ലൈന്റെയും കൂടുതൽ CNG അധികൃതർ ഇവിടേക്ക് എത്തിയാണ് ഇതിന്റെ മറ്റ് നടപടികൾ ഇപ്പോൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങനെ ഒരു ശ്രദ്ധക്കുറവാണോ ഈ ഒരു പ്രശ്നത്തിന് കാരണമായത്? ഇത് ആരുടെ ഭാഗത്താണ് ഇത്തരം ഒരു വീഴ്ച ഉണ്ടായത്? ഇപ്പോഴും വലിയ പ്രതിഷേധം അവിടെ നിലനിൽക്കുന്നുണ്ടോ? നമുക്ക് പ്രാഥമികമായി നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഇങ്ങനെ ഒരു വാതകം കടന്നു പോകുന്ന പൈപ്പ് ലൈൻ റോഡിൽ നിന്ന് ഏതാനും മീറ്ററുകൾ മാത്രം താഴെ കൂടെ എങ്ങനെ കടന്നു പോകാൻ കഴിയും? അത് കൃത്യമായി ഒരു ആഴം ഉറപ്പാക്കി, ഏതാണ്ട് ഒരു 6 മീറ്റർ ആഴം ഉറപ്പാക്കി ആ 6 മീറ്ററിന് താഴ്ചയിലൂടെ മാത്രമേ ഈ വാതക പൈപ്പ് ലൈൻ കടന്നു പോകാൻ പാടുള്ളൂ എന്നാണ് നിയമം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇതൊരു 1.5 മീറ്ററിന് താഴെ വെച്ച് തന്നെ ഈ പൈപ്പ് ലൈനാണ്. നമുക്ക് പ്രകടമാണ് ഈ ദൃശ്യങ്ങളിൽ. കാരണം ആ റോഡും ആ പൈപ്പ് കടന്നു പോകുന്ന വഴിയും തമ്മിലുള്ള അല്ലെങ്കിൽ ആ
ആ സ്ഥലവും തമ്മിലുള്ള ദൂരം ആഴം എന്ന് പറയുന്നത് ഏതാണ്ട് 1 മീറ്റർ മുതൽ 2 മീറ്റർ വരെ താഴ്ചയേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായി ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി റോഡ് കുഴിക്കുകയോ മണ്ണ് പൊളിക്കുകയോ മണ്ണ് മാറ്റുകയോ ഒക്കെ ചെയ്യുമ്പോൾ ടാറ് പൊളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ പൈപ്പ് ലൈനിൽ അത് അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഒന്നുകിൽ ഇത് വേഗത്തിൽ പണി പൂർത്തിയാക്കാനായി ഓടിപ്പിടിച്ച് ചെയ്ത വഴിക്ക് കൃത്യമായി ആഴമെടുക്കാതെ ഈ പൈപ്പ് ലൈൻ കടന്നുപോയതായിരിക്കാം. അതല്ല എങ്കിൽ അത് കൃത്യമായി, അതായത് മറ്റ് നിർദ്ദേശങ്ങൾ അങ്ങനെ തന്നെ ആയിരുന്നായിരിക്കാം. കാരണം ഈ ഒരു ഭാഗത്ത് മാത്രമല്ല, റോഡിൽ നിന്ന് മീറ്ററുകൾ മാത്രം താഴെ ഈ പൈപ്പിന്റെ കുഴിയെടുത്തിരിക്കുന്നത്. ഇത് വരുന്ന വഴിയും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് എന്ന് വേണം ഇതിന്റെ നീളം, അതിന്റെ ഉറവിടമൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ 6 അടി താഴ്ചയിലൂടെ പോകേണ്ട പൈപ്പ് ലൈൻ എങ്ങനെ 1.5 അടി മാത്രം താഴ്ചയുള്ള ഒരു സ്ഥലത്തുകൂടി പോകുന്ന സാഹചര്യമുണ്ടായി? അത് ആരുടെ ഭാഗത്തുനിന്നുണ്ടായ അനാസ്ഥയാണ് എന്നതിലൊക്കെ വിശദമായ പരിശോധന വേണ്ടിവരും. ആശ്വാസകരമായ കാര്യം, മറ്റു തരത്തിലുള്ള ഒരു അപകടങ്ങളും ആശങ്കകളും ഉണ്ടാകാതെ കൃത്യമായി അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ സമയോചിതമായ ഇടപെടൽ മൂലം 1 മണിക്കൂർ നേരം തുടർച്ചയായി ഈ വാതകം ഇങ്ങനെ ചോർന്ന് അന്തരീക്ഷത്തിലേക്ക് ഡാനിലേക്ക് എത്താം. ഇപ്പോൾ വാർഡ് കൗൺസിലർ വീണാകുമാരി തത്സമയം ചേരുന്നുണ്ട്. ശ്രീമതി വീണാകുമാരി, അവിടെ എന്താണ് സംഭവിച്ചത്? അങ്ങനെ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതിഷേധം ഉണ്ടാകുന്നുണ്ടല്ലോ. JCB ഓപ്പറേറ്ററുടെ ഭാഗത്തുനിന്നുള്ള വീഴ്ചയാണ്, ഇവിടെ ഈ പൈപ്പ് ലൈൻ പോകുന്നുണ്ടെന്ന് എന്തുകൊണ്ട് അവർ ശ്രദ്ധിച്ചില്ല? അത്തരം ആരുടെ ഭാഗത്താണ് ഈ വീഴ്ച ഉണ്ടായത്? ഇപ്പോഴും ഇത് അതിവേഗത്തിൽ തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾ പഴയ രീതിയിൽ തന്നെ ക്രമീകരിക്കാൻ സാധിക്കുമോ? ഈ പ്രശ്നങ്ങൾ ഉടൻ തന്നെ പരിഹരിക്കപ്പെടുമോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നമ്മൾ കരുതുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ എല്ലാ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ എല്ലാവരും അതിന് മുൻകൈയെടുത്ത് നല്ല വിധത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അത് ചെയ്യുന്നുണ്ട്. ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ല എന്നുള്ളത് മാക്സിമം ഞങ്ങൾ ആൾക്കാർക്ക് ഇത് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് കരുതുന്നത്. പക്ഷേ ആൾക്കാരെല്ലാം അതിനനുസരിച്ച് വളരെ ജാഗരൂകരായി മുന്നോട്ടിരിക്കുകയാണ്. അങ്ങനെ ആളുകൾക്കൊരു ആശങ്കയുണ്ടോ? കാരണം നിലവിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല, ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് അധികൃതർ ഉറപ്പ് നൽകുന്നുണ്ട്. പക്ഷേ ജനങ്ങളുടെ ഭാഗത്ത് ഒരു പ്രതിഷേധം ഉണ്ടാകുന്നുണ്ടല്ലോ. ഇല്ല, ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് ഭരണകൂടം പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ നോക്കുന്നത്. മാക്സിമം അതിന് വേറെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിൽ മുന്നോട്ട് നമ്മൾ റെഡിയാക്കി മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അത് പരിഹരിക്കപ്പെടും. എന്ത് പ്രവർത്തനമായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്? JCB ഓപ്പറേറ്ററുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രശ്നമാണ്, ശ്രദ്ധക്കുറവാണ് ഈ ഒരു പ്രശ്നത്തിന് കാരണമെന്നാണല്ലോ പറയപ്പെടുന്നത്. അങ്ങനെയാണ് പറയപ്പെടുന്നത്. സംഭവം ഇത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഇപ്പൊ എന്തായാലും നമ്മൾ അടിയന്തരമായിട്ട് ഇത് പരിഹരിക്കപ്പെടാനും വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ അന്വേഷണത്തിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. തീർച്ചയായും ഒരു നടപടി, അങ്ങനെ വീഴ്ച ആരുടെ ഭാഗത്താണ് ഉണ്ടായത് അതേക്കുറിച്ച് ഒരു അന്വേഷണം ആവശ്യമല്ലേ? അതെ, തീർച്ചയായിട്ടും അത് ആരുടെ ഭാഗത്തുനിന്ന് നോക്കിയിട്ട് അതിനൊരു നടപടി ഉണ്ടാകുന്നതായിരിക്കും. ഇപ്പൊ ആദ്യഘട്ടം എന്നുള്ള അതിന് പരിഹാരം നഗരസഭയുടെ ഭാഗത്തുനിന്ന് എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്? നഗരസഭയുടെ ഭാഗത്തു നിന്ന് നഗരസഭയിലും അറിയിച്ചിട്ടുണ്ട്. അവരും സകല സപ്പോർട്ടും തരുന്നുണ്ട് നമുക്ക്. അതുപോലെ തന്നെ ഭരണകൂടം എല്ലാം നമ്മുടെ സംസ്ഥാന ഭരണകൂടമാണെങ്കിലും നമുക്ക് അതിനനുസരിച്ച് സപ്പോർട്ട് തരുന്നുണ്ട്. മാക്സിമം എല്ലാ ഫോഴ്സുകളെയും അവിടെ വരുത്തി സ്പീഡപ്പായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എത്ര സമയം കൊണ്ട് ഈ തകരാർ പരിഹരിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്? 1 മണിക്കൂറിനകത്ത് പരിഹരിക്കപ്പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അതിനുള്ള ശ്രമങ്ങൾ അവർ വളരെയധികം ഊർജിതമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഇത് ആരുടെ നേതൃത്വമാണ് ഇപ്പോൾ ഇതിന്റെ ഒരു ഏകോപനം, ഈ തകരാർ പരിഹരിക്കാനുള്ള ഈ പ്രവർത്തനങ്ങൾ അതിന് നേതൃത്വം നൽകുന്നത് ആരാണ്? നഗരസഭയുടെ ഭാഗത്തു നിന്നുമുണ്ട്, അതുപോലെ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഫയർഫോഴ്സ്, പിന്നെ നമ്മുടെ AG&P ഗ്യാസിന്റെ പൈപ്പ് ലൈൻ ഗ്യാസ്, അവരുടെ എല്ലാവരുടെ കോർഡിനേഷനോടെ ഉണ്ട്. യെസ്, വളരെയധികം നന്ദി ശ്രീമതി വീണാകുമാരി. സ്ഥലം കൗൺസിലറാണ്, നഗരസഭാ കൗൺസിലറാണ് ഇപ്പോൾ പ്രതികരിച്ചത്. അത്ര ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് നഗരസഭാ കൗൺസിലർ വ്യക്തമാക്കുന്നത്. തകരാർ പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഏകദേശം 1 മണിക്കൂറിൽ തന്നെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നാണ് നഗരസഭ നേതൃത്വം വ്യക്തമാക്കുന്നത്. ഡാൻ കുര്യനിലേക്ക് വീണ്ടും. ഡാൻ, ഈ കൗൺസിലർ സൂചിപ്പിക്കുന്ന അനുസരിച്ച് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ, ഈ തകരാർ പരിഹരിക്കാനുള്ള നടപടികൾ അതിവേഗത്തിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോഴും അതിൻ്റെ ഈ പ്രവർത്തനം നടക്കുകയാണോ? ഇത് ഉടൻ തന്നെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നാണോ കരുതുന്നത്?
നിലവിലുള്ള പ്രശ്നം ഈ ചോർച്ചയുണ്ടായ ഭാഗം അടയ്ക്കുക എന്നതാണ്. അത് മാത്രമേ ഒരു ആശങ്കയായി നിൽക്കുന്നുള്ളൂ. കാരണം അത് അടച്ചാൽ മാത്രമേ ഇനി വാൽവ് തുറന്ന് ഈ CNG പൈപ്പ് ലൈനിലൂടെ അത് കൃത്യമായി സുഗമമായി നൽകാൻ കഴിയൂ. അതിന് എത്ര സമയം കാലതാമസം എടുക്കുമെന്നറിയില്ല. ഒന്നുകിൽ ആ ചോർച്ചയുണ്ടായ ഭാഗം അറുത്തു മാറ്റി അവിടെ പകരം പൈപ്പ് പുനഃസ്ഥാപിക്കണം. അതല്ല എങ്കിൽ ആ ഭാഗത്ത് മറ്റേതെങ്കിലും ടേപ്പ് ഉപയോഗിച്ച് അത് ആ ചോർച്ച പൂർണ്ണമായി അടയ്ക്കാനുള്ള നടപടി ഉറപ്പുവരുത്തണം. അതിലേതെങ്കിലും ഒന്ന് വൈകാതെ തന്നെ ചെയ്യും. അത് ചെയ്തതിന് ശേഷമേ ഈ വാൽവിനി ഓപ്പൺ ചെയ്യാൻ കഴിയൂ. മറ്റ് അപകടമുണ്ടാകാവുന്ന സാഹചര്യമൊന്നും നിലവിലില്ല. ആ സ്ഥിതിയെല്ലാം മാറിയിരിക്കുന്നു. ഇപ്പോൾ നഗരസഭയിലെ പ്രതിപക്ഷ അംഗങ്ങൾ LDFന്റെ കൌൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. കൂടുതൽ ജനപ്രതിനിധികൾ എത്തുന്നുണ്ട്. അവർ ഈ സ്ഥലത്ത് സന്ദർശനം നടത്തുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഴ്ചയായി എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത് വലിയ ആഴത്തിലൂടെ പോകേണ്ട ഒരു പൈപ്പ് ലൈൻ എങ്ങനെ ഈ റോഡിൽ നിന്ന് കേവലം 1-1.5 മീറ്റർ കാഴ്ചയിലൂടെ പോകുന്ന ഒരു സ്ഥിതിയുണ്ടായി. അതും ഒരു CNG വാതക പൈപ്പ് ലൈൻ ഇത്രയും സുരക്ഷയില്ലാത്ത ഒരു സാഹചര്യത്തിൽ എങ്ങനെ കടത്തിവിടാൻ കഴിഞ്ഞു? അത് സ്വാഭാവികമായി അതല്ല എങ്കിൽ ഇവിടെ ഒരു ബോർഡ് പോലും സ്ഥാപിച്ചിട്ടില്ല ഇങ്ങനെ ഒരു പൈപ്പ് ലൈൻ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതി നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ JCB ഉപയോഗിച്ച് റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്തുമ്പോൾ അപകടമുണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം വലിയൊരു അപകടത്തിൽ നിന്ന് തന്നെയാണ് രക്ഷപ്പെട്ടത്, അങ്ങനെ തന്നെ പറയേണ്ടി വരും. നിലവിൽ എന്തായാലും എന്താണ് ഈ ഇത്തരം ഒരു ഈ അപകടത്തിലേക്ക് നയിച്ചത്, അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചോർച്ചയിലേക്ക് നയിച്ച സാഹചര്യം എന്താണ്, അത് എന്തുകൊണ്ട് ആ JCB പ്രവർത്തിപ്പിച്ചിരുന്ന ജീവനക്കാരെ ഇവിടെ പൈപ്പ് ലൈൻ പോകുന്ന കാര്യം അറിയിച്ചില്ല, ഇതടക്കമുള്ള കാര്യങ്ങളിലാണ് ഒരു തർക്കം നിലനിൽക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അതിന്റെ മറ്റ് വശങ്ങളൊക്കെ പരിശോധിച്ചു വരികയാണ്. അതോടൊപ്പം ചോർച്ചയുണ്ടായ ഭാഗത്ത് അത് കൃത്യമായി അടയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ അത് അറ്റകുറ്റപ്പണികൾ അവിടെ നടത്തി അടിയന്തരമായി അത് CNGയുടെ വാൽവ് റീഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. കാരണം ഈ ഒരു മേഖലയിലേക്കുള്ളതല്ല, മുഴുവൻ മേഖലയിലേക്കുള്ളതും നിയന്ത്രിച്ചിരിക്കുകയാണ്. അതിന്റെ ഗ്യാസ് പൈപ്പ് ലൈൻ പോകുന്നത് നിയന്ത്രിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അത് അടയ്ക്കാനുള്ള നടപടി അത് ഏതാണ്ട് ഒരു 1 മണിക്കൂറിന് ശേഷമാണ് അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. ഇനി ആ അറ്റകുറ്റപ്പണി നടത്തി ചോർച്ചയുണ്ടായ ഭാഗം പൂർണ്ണമായി ആ ചോർച്ച മാറ്റിയെന്ന് ഉറപ്പാക്കിയാൽ മാത്രമേ ആ വാൽവിനി റീഓപ്പൺ ചെയ്യാൻ കഴിയൂ. അതിനു വേണ്ടിയിട്ടുള്ള നടപടിയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടിയൊക്കെ ഇനി അടുത്ത ഘട്ടത്തിൽ മാത്രമേ, അതൊക്കെ അടുത്ത സ്റ്റെപ്പാണ്. ആ നടപടിക്രമങ്ങളൊക്കെ പിന്നീട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. യെസ്, അതാണ് ആർക്കാണ് വീഴ്ച സംഭവിച്ചത് അതേക്കുറിച്ച് വിശദമായി തന്നെ എന്തായാലും അന്വേഷണം വേണം. വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയും സ്വീകരിക്കണം. തിരുവനന്തപുരം ആക്കുളം കേന്ദ്രീയ വിദ്യാലയത്തിന് സമീപമാണ് CNG പൈപ്പ് ലൈൻ പൊട്ടിയത്. 1 മണിക്കൂർ മുമ്പായിരുന്നു സംഭവം. കിംസ് ആശുപത്രിക്ക് മുന്നിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. തകരാർ പരിഹരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.